വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാ വർക്കേഴ്സ് CITU യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഒളവണ്ണ ആരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും മനോജ് പാലാത്തുറി ഉദ്ഘാടനം ചെയ്തു. ശൈലി ആപ്പ് ഉപയോഗിച്ചുള്ള സർവേ നടത്തുവാൻ ഉപകരണങ്ങൾ അനുവദിക്കുക, സർവേ നടത്തുവാൻ ആവശ്യമായത്ര സമയം അനുവദിക്കുക, ആളൊന്നിന് 20 രൂപ നൽകുക, പിരിഞ്ഞു പോകുന്നവർക്ക് 5 ലക്ഷം രൂപ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. കേന്ദ്ര സർക്കാർ നിങ്ങൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ 1000 ജനസംഖ്യക്ക് ഒരു ആശാ വർക്കർ അല്ലേ, അങ്ങനെയാണ് കേന്ദ്രം അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 1000 ജനസംഖ്യക്ക് 1. അങ്ങനെയാണെങ്കിൽ അത്രയും ആശാ വർക്കർമാർ നമുക്ക് ഇവിടെ ഇല്ല അല്ലേ. ഇപ്പോൾ ഒളവണ്ണ പഞ്ചായത്തിൽ ഏകദേശം 1 ലക്ഷത്തോളം ജനസംഖ്യ എടുക്കാൻ പോകും. അപ്പോൾ ശരിക്കും 100 ആശാ വർക്കർ വേണം, അങ്ങനെ നോക്കും അല്ലേ. ഇപ്പോൾ ഏകദേശം വാർഡിൽ 1 എന്ന തരത്തിൽ 1, 1, 2 ഒക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ സംഖ്യ തന്നെ കൂട്ടണം 1. അങ്ങനെ കൂട്ടിയാൽ മതിയോ? അത് പോരല്ലോ, ജീവിക്കേണ്ട നാട്ടിൽ അല്ലേ. ജീവിക്കണമെന്ന് വേണം. ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം, വസ്ത്രം, പിന്നെ വെള്ളം ഇതൊക്കെ കുടിക്കാനും കിട്ടാൻ ആവശ്യമായ സാഹചര്യം. ഇതിനുള്ള ഒരു തുക അല്ലെങ്കിൽ ഒരു ഓണറേറിയം ഇല്ല. കേന്ദ്രം നിങ്ങൾക്ക് ഓണറേറിയം തരുന്നില്ല അല്ലേ. ഓണറേറിയം ഇല്ല. ഓണറേറിയം പ്രഖ്യാപിച്ചത് കേരള സർക്കാർ അല്ലേ. കേരള സർക്കാർ അത് നിങ്ങൾക്ക് ചെറിയൊരു തുക, ഒരു ചായയുടെ പൈസ എന്ന് പറയാം. ചായയുടെ പൈസയുള്ളൂ സത്യത്തിൽ. എന്നാൽ കേന്ദ്ര സർക്കാർ ഇതൊന്നും പറയാതെ നിങ്ങളുടെ മേലേക്ക് ഒരു പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ പിന്തുണയടക്കം സ്വീകരിച്ചുകൊണ്ടായിരിക്കും നടപ്പിലാക്കുക. അങ്ങനെ തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങണാര് വാരാരെന്നൊരു ചൊല്ലുണ്ട് അല്ലേ. തല്ലുകൊള്ളു പാവ ചെണ്ട ഇങ്ങനെ തല്ലുകൊള്ളുക. അതുപോലെ ആശാ വർക്കർമാർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുക. ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ നിങ്ങളെ കൽപ്പിക്കുക അല്ലേ. കൽപ്പന മാത്രമാണ് നടക്കുന്നത്. ആശാ ജില്ലാ കമ്മിറ്റി മെമ്പർ ടി റസീന, രാമനാട്ടുകര ഏരിയ സെക്രട്ടറി വിനീത, N പ്രജല, സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കേഴ്സ് സംസ്ഥാന വ്യാപകമായി നടത്താനിരിക്കുന്ന പ്രക്ഷോഭത്തിന് മുന്നോടിയായാണ് ഇന്നത്തെ മാർച്ചും ധർണയും.